എടാ മോനെ, ഒരു ദിവസം ഞാൻ ഇവിടെ ആരാണ്ടോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം മോള് പിന്നെന്താ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സാധാരണ പ്രേമിക്കുന്നവർ തമ്മിലാണല്ലോ ഇമാതിരി വാക്കുകളൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് സംഗതി പ്രേമമാണ്, 150% ഉറപ്പുണ്ട്. ഓ അമ്മേ, അത് ഞങ്ങൾക്കും മനസ്സിലായി. അതിന് വലിയ റിസർച്ചിന്റെയും ബുദ്ധിയുടെയും ആവശ്യമൊന്നുമില്ല. മിനിമം കോമൺ സെൻസ് മതി. ആണോ? മനസ്സിലാക്കി പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ടെൻഷൻ അല്ലമ്മേ. അവൾ ഒരാളെ പ്രേമിക്കുന്നതിന് ഞങ്ങൾ ഇതിനെ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ അവളെന്താ നമ്മളോട് പറയാത്തത്? അവൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ. നമ്മളങ്ങനല്ലേ അവളെ വളർത്തിയത്. എനിക്ക് അത് ഓർത്തിട്ടൊരു വിഷമം. ഞാൻ ഇവളെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് അമ്മയോടല്ലേ പറഞ്ഞേ. അന്നേ ഞാൻ പറഞ്ഞതാ ഈ അപകടമൊന്നും വേണ്ടാന്ന്. അമ്മേ, നമ്മളിപ്പോ സംസാരിക്കുന്ന ആദിമോടെ കാര്യ. ഒരപകടം വന്നതൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. അമ്മേ തമാശല്ലോട്ടെ, ഞങ്ങൾ സീരിയസാ. എൻ്റെ മോനെ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും കൂടി ആദ്യമോടെ കാര്യം പറഞ്ഞ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ? അവൾ എൻ്റെ മോളാ. സമയമാകുമ്പോൾ അവളെല്ലാം പറയും. നിനക്ക് വേറെ ഒരു പണിയില്ലയോ? പോയി വല്ല പണി നോക്കടാ. ഷടാ. ഒരു കട്ടൻ ചായ എടുത്ത്, മധുരം കുറച്ചു മതിയേ. എല്ലാരും കണ്ടുപിടിച്ചോണ്ട് ഇങ്ങനെയാണ് ചീട്ട് കശക്കുന്നത്. എങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയെന്നൊക്കെ വരും. സിന്ധു, നീ ഇതേ കള്ളകളി കളിക്കല്ലോ കേട്ടോ. നീ എപ്പോഴാ കള്ളകളി കളിക്കാത്തത്? ഇന്ന് ഞാൻ യൂനോ അടിച്ചില്ലെന്ന് നോക്കും. അമ്മയുടെ കളിയാണേ. ഒരു ബീക്ക് നോക്കലടി, ഇതവളുടെ സ്ഥിരം പരിപാടിയാ. ഒരു മിനിറ്റ്. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്താ പറഞ്ഞ? കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കാന്ന്. അതൊരു നല്ല തീരുമാനമാ. സത്യായിട്ടും ഇതാണ് ആള്. നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഇത് നമ്മള് സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ട എന്റെ ഫാനല്ലേ. ഇങ്ങോട്ടുണ്ടോ നോക്കട്ടെ. ആരുടെ ഫാൻ? എന്റെ. ഇത് നിന്റെ ഫാനല്ല, അവളുടെ ഫാന്. അന്നത്തെ അവന്റെ നമ്പറൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംഗതി ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഇവിടെ ആരും ഉടനെ ഒന്നും കല്യാണം വേണ്ടെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഞാൻ തീരുമാനം മാറ്റി. അച്ഛന് വല്ല കുഴപ്പമില്ല? അയ്യോ, ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളേ. എന്തായാലും ഇവള് സെലക്ട് ചെയ്യുമ്പോ എന്നെ പോലെ ഒരു മിടുക്കനെ സെലക്ട് ചെയ്യുള്ളൂ എനിക്കറിയാം. അച്ഛമ്മയുടെ ആ ഒരു തറവാടിത്തോ കുഞ്ഞിനെ കൊണ്ടു കാണിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? നിന്റെ അഭിപ്രായം പറ മക്കളെ. ഞാനിപ്പൊ എന്ത് അഭിപ്രായം പറയാനാ ലീലമ്മച്ചി? ആദ്യച്ചിരി ഇഷ്ടം, ആദ്യച്ചിരി സ്വാതന്ത്ര്യം. ഞാൻ കൊച്ചല്ലേ, കൊച്ചുങ്ങൾക്ക് എന്താ അഭിപ്രായ സ്വാതന്ത്ര്യം? നിങ്ങൾ കളിക്ക്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പയ്യൻ അപ്രൂവ്ഡാണ് കേട്ടോ. അമ്മ പയ്യൻ അപ്രൂവ്ഡാണ്. അച്ഛൻ പയ്യനൊന്ന് കാണണമെന്ന് പറഞ്ഞു പറയാം. അത് വേണം. So the first prize goes to class 5C. Yes. Congrats both of you. ആദ്യമായിട്ട് ക്വിസ് കോമ്പറ്റീഷനിൽ നമ്മൾ 3rd പ്ലേസ് എത്തിയ. അക്ഷരയ്ക്ക് എന്താ പറ്റിയത്? അക്ഷര തെറ്റിച്ചത് മുഴുവൻ കറണ്ട് അഫയേഴ്സാ. പിന്നെ ആര്യന് പിന്നെ പണ്ടേ ഒന്നും അറിയില്ലല്ലോ. ന്യൂസ് പേപ്പർ വായന ഇപ്പൊ കുറഞ്ഞ അക്ഷരെ. ഇപ്പൊ ടിവി ന്യൂസ് ഒന്നും കാണാറില്ലേ? ഭയങ്കര കഷ്ടായി പോയി. ഒരു സമൂസ കഴിക്കാം. ലീലമ്മച്ചി ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ, എന്റെ മോൾ ഉറങ്ങിയില്ലയോ? ഉറക്കൊന്നും വരുന്നില്ല. ലീലമ്മച്ചി ഇങ്ങോട്ട് വാ. എങ്ങോട്ടാ മക്കളെ? വാ. ശരി, വരാം. എന്റെ മക്കളെ, നീ എങ്ങോട്ടായി ഈ ഇരുട്ട തന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്? വാ. വീഴല്ലേ. എന്റെ ദൈവമേ, സത്യത്തിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇത്തവണ അങ്ങ് മറന്നുപോയെന്ന്. ഓ, വേണ്ടായിരുന്നു. എന്നിട്ട് വേണം നാളെ നേരം വെളുത്ത് വന്ന് കേക്ക് കെട്ടിയതാ. അയ്യോ, രാത്രി തന്നെ പോയി മേടിച്ച നന്നായി.
അമ്മേനെ എനിക്ക് ആ. എന്റെ മുഖത്തേക്ക് കുരു വരും, കുരു വരും. നീ ഇങ്ങോട്ട്, Please, നീ വന്നേ. അച്ഛാ. അത് കുഴപ്പമില്ല. ഇനി രണ്ട് കുരു വന്നാലും കുഴപ്പമൊന്നുമില്ല. ദേ ഇത് കണ്ടോ, ദേ. നമുക്ക് പിറന്നാൾ പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ ഒരു ഗാനാലാപനം. അടിപൊളിയല്ലേ? അതൊന്നല്ല, അത് പുറന്നാൾ പ്രമാണിച്ച് ലീലാമ്മച്ചിയുടെ പാട്ടോ എന്റെ മോൻ പാടുമല്ലോ. ഞാൻ പാടാം. പിന്നെ അത് നന്നായിട്ട് പാടും. എടാ, അതെ നല്ലൊരു പാട്ട് പാടും. ഞാൻ പാടാം. നല്ലതേ. റയർ സോങ് ആണ്, കുറച്ച് റിസ്ക് ആണ്, കുടിക്കണം. മേരെ സപ്നോं की रानी कब आएगी तो തുറന്ന ഈ മേരെ സപ്നോ കിറാണി മാത്രമേ ഉള്ളൂ. എന്റെ മക്കളെ വേറെ ഒന്നും അറിഞ്ഞുകൂടെ നിനക്ക്? ചുമ്മാ ഞാൻ പാടാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു മൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു മൂടി ഞാനൊരു പൂമരക്കൊമ്പിൽ. ആഹാ പൂമരക്കൊമ്പിൽ. Fourth place, Isa Kaib Cherian. Third place, Advik. Second place, Rahul. First place, Isa Mariam Aib. താങ്ക് യു മിസ്. മിടുക്കി, വെരി ഗുഡ്. അക്ഷര എന്നെ പറ്റി എപ്പോഴും ഫസ്റ്റ് ആയിരുന്നല്ലോ. നെക്സ്റ്റ് ടൈം നല്ല മാർക്ക് മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ. വേണ്ട അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇവിടെ വന്നിരിക്കായിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ നോക്കി. അക്ഷര എന്താ ഇത്? ഞാൻ വണ്ടറായത് കേട്ടപ്പോ. ആദ്യമായിട്ട് നിനക്ക് ഫസ്റ്റ് പ്രൈസ് പോകുന്നേ. കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കണ്ട. അടുത്ത പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് അടിക്കാം.